ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് നല്ലൊരു അടിപൊളി തവര വറവ് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മൾ തവര പറിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് അതുള്ളത്. അപ്പം നമുക്കത് പറിച്ചിട്ട് വരാം. എല്ലാവരും വായോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നിറച്ചും കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൻ പ്രദേശമാണ്. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ വരുന്ന വഴിക്കൊരു പൂവ് കണ്ടു. ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ വെള്ളില എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ തവരപ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. നോക്കിയേ, നിറച്ചും ഉണ്ടായിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ കൊല്ലവും ഇതുപോലെ ഉണ്ടാവും കേട്ടോ. വിത്ത് പാകി കൊടുത്താൽ മതി, എല്ലാ കൊല്ലവും ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇത് വറവല്ലാക്കി കൂട്ടിയാൽ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം നല്ല രസമില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ ഇതാ തവര പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിത് ഈ സമയമാകുമ്പം ഒരു അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ ഇതങ്ങനെ കഴിക്കൂലല്ലോ. പക്ഷേ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ, നല്ലോണം തേങ്ങയെല്ലാം ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. ഹെൽത്തിയുമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീട്ടിലുണ്ടാക്കുമ്പോൾ അവർ കറങ്ങി വന്നൊന്നും അത് കാണുമ്പോഴെല്ലാം ഒന്ന് ഇടയ്ക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ കഴിക്കില്ല എന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കി കൊടുക്കാണ്ട് ഇരിക്കരുത്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നോക്കിയേ, അമ്മ നല്ലോണം പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വേണ്ടത്രയും പറിച്ചെടുക്കാം. ഇതാ മേധമോളും കൂടുന്നുണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിലെല്ലാം നമ്മൾ അവളെയും കൂടി പങ്കെടുപ്പിക്കാറുണ്ട്. ഒന്നാമത് കളിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാണ്. അപ്പം ഞങ്ങൾ വിളിച്ച് എല്ലാത്തിനും അവൾ വരും. ഇതാ ഒരു തവര വേരോടെ പിഴുതെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവൾ ചെയ്യട്ടെ. നമ്മൾ പ്രകൃതിയായിട്ട് കൂടുതലാണെങ്കിൽ വളരട്ടെ അല്ലേ കുട്ടികളെ. ഇതാ പിന്നെ നമുക്ക് മനസ്സിലായി പറഞ്ഞു കൊടുത്തപ്പോൾ ഓരോ ഇതളായിട്ട് ഓരോ ഇലയായിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴക്ക് പറഞ്ഞൊന്നും ഇഷ്ടമല്ല, എന്നാലും വേഗം പണക്കെല്ലാം മാറും. ഇതാ വീഡിയോയിലെടുക്കാൻ ഭയങ്കര സഹകരണമാണ്. നമുക്ക് ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള തകര ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വറവുണ്ടാക്കാം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചെടി കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അറിയുന്ന ചെടിയാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ അതിൻ്റെ തേനൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാണുന്നില്ലേ. അന്നും ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ അറിയുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ട, ഇതിങ്ങനെ പറിച്ചിട്ട് അതിൻ്റെ പുറകിലൊരു പച്ച ഞെട്ടുണ്ടാവും. അത് കാണിച്ചു തരാം. ഇതാ മോള് ചെയ്യുന്നുണ്ട്. ഇതാ അവൾ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ പുറകിലെ ഞെട്ടെല്ലാം പറിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തേനുണ്ടാവും. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ വലിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മളെ ബാല്യകാല ഓർമ്മകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പിന്നെയും കാണുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരും നമ്മളെ മനസ്സിൽ. നല്ല ഫ്ലവറാണ് കാണാൻ. അപ്പം ഞങ്ങൾ ഇതാ തവര പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് വൃത്തിയാക്കണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മാറ്റി കളയണം. പിന്നെ അതിൻ്റെ അരിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ച് കളയണം. എന്നിട്ട് തവര നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിലെ വെള്ളമെല്ലാം നല്ലോണം വാർന്ന് വന്നിട്ട് വേണം നമ്മളത് മുറിക്കാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, നല്ല കുനുകുനാന്നരിയും വേണം. അപ്പോൾ ഇതാ അമ്മ തവര നല്ല കുനുകുനാന്ന് അരിയുന്നുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. എനിക്ക് ഇത്ര കുനുകുനാന്ന് അരിയാൻ അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് തവര വറവ് ഉണ്ടാക്കിയാലോ. ഇതാ തവരയിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി നല്ലത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവിനാവശ്യമായ പച്ചമുളക് 2 പച്ചമുളക് മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഇത് കുഴച്ചെടുക്കണം. പിന്നെ ഒരു അരമുറി നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള തേങ്ങയൊക്കെ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം കുറച്ച് ചവർപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന് കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയെല്ലാം കിട്ടണമെങ്കിൽ ഈ തേങ്ങയെല്ലാം വെച്ച് നല്ലോണം ഒന്ന് ഞരടി എടുക്കണം.
ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണിത്. ഈ രീതി തന്നെ ചെയ്ത് നോക്കണേ, അപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ലോണം കുഴച്ചെടുക്കുക. അപ്പം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കടുകും പിന്നെ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും അരിമണി വേണ്ടത്ര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുകിനേക്കാൾ അല്പം കുറച്ചും കൂടി കൂടുതലായിട്ട് വേണം അരിമണി ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കിയത് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. അരി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് അതും ഒരു ബ്രൗൺ കളറാവട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഉണക്കമുളക് അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി തവര നമുക്ക് വറവിലിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ തവര ഇത് എങ്ങനെയായിട്ടുണ്ട്. നമ്മൾ എടുത്ത തവരേൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്